ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നാട്ടിലിപ്പോൾ മാങ്ങയുടെ സീസൺ ആണല്ലോ. എല്ലാവരുടെ മുറ്റത്തും മാവുണ്ടാകും. പക്ഷേ നാട്ടിലില്ലാത്തവർക്ക് ഗൾഫിലുള്ളവർക്ക് മാങ്ങാക്കറി വെക്കണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് മാങ്ങ വാങ്ങിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഇവിടുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മാങ്ങാക്കറിയാണിത്. 2 പഴുത്ത മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വല്ലാണ്ട് പഴുത്ത മാങ്ങ എടുക്കരുത്, നമുക്കിത് മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കണം. അതിന് മാത്രം പഴുത്ത മാങ്ങ എടുത്താൽ മതി. നല്ല മധുരമുള്ള മാങ്ങയാണ്. മാങ്ങ മുറിച്ച് കഷ്ണങ്ങളാക്കി എടുത്തതിൻ്റെ ശേഷം ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളവും ചേർത്ത് ഇത് വേവിച്ചെടുക്കണം. വെള്ളം അധികം ചേർക്കേണ്ട, മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് വരും. അതുകൊണ്ട് ധാരാളം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് അരച്ചൊഴിക്കാൻ ഒരു അരപ്പ് ആവശ്യമുണ്ട്. അതിനായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ എടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങാ കറിയിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. മാങ്ങാക്കറിയിലെ മാങ്ങാ കഷ്ണങ്ങൾ ഉടച്ചെടുക്കാൻ പാടില്ല, അത് അല്ലാതെ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഈ അരപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ആ മിക്സി കഴുകിയ വെള്ളം കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്താൽ ഇപ്പം നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിച്ചൊഴിക്കണം. കടുകും ചുവന്ന മുളകും കറിവേപ്പിലയും ചൂടാക്കി താളിച്ചൊഴിക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മേലെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ, ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ. കറിക്ക് കളർ കിട്ടാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. കറിക്ക് മധുരം കുറവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്താൽ മതി. എൻ്റെ കറിക്ക് നല്ല മധുരമുണ്ട്, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഷുഗർ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ ആദ്യം തന്നെ ഒരു പൊട്ട് ശർക്കര മാങ്ങ വേവിക്കുമ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ്.